ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെമ്മീൻ തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ തീയലുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തീയിട്ടിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന വരയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറണ വരയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയലുണ്ടാക്കാനായിട്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു 2 മുരിങ്ങക്കായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മുരിങ്ങക്കായ ഇതിൽ കിടന്ന് ഇതിൽ എണ്ണയൊക്കെ മുരിങ്ങക്കായയിൽ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മുരിങ്ങക്കായ കഴിക്കാനായിട്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമുള്ള പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ മുരിങ്ങക്കായയിൽ ഈ മുളകും മല്ലിയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ കയറി നല്ല ടേസ്റ്റായിരിക്കും ഈ മുരിങ്ങക്കായ എടുത്ത് കഴിക്കുമ്പോൾ. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറൊക്കെ കഴുകി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഈ മുരിങ്ങക്കായ ഒന്ന് വെന്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുരിങ്ങക്കായൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് എത്രയാണോ ചാറ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചാറ് വറ്റിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഇത്തിരി ചാറോട് കൂടിയിട്ടാണ് ഈ കറി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചാറ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ചെമ്മീൻ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.